വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. SSCRT സോഷ്യൽ സയൻസ് 5ാം ക്ലാസ് പാഠപുസ്തകത്തിലെ 6ാമത്തെ അധ്യായമാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തവും 3 വൻകരകളുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് ആ വീഡിയോയിൽ ചർച്ച ചെയ്തത്. ഇനി ബാക്കി വൻകരകളുമായി ബന്ധപ്പെട്ട പോയിന്റുകളിലേക്ക് കടക്കാം. തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. പസഫിക് സമുദ്രത്തിനും അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. വലിപ്പത്തിൽ 4ാം സ്ഥാനമാണുള്ളത്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അകോങ്കുവ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അകോങ്കുവ. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ശുദ്ധജലം വഹിച്ചുകൊണ്ടൊഴുകുന്ന ആമസോൺ നദി തെക്കേ അമേരിക്കയിലാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വതനിരയിൽ നിന്നാണ്. ആമസോൺ നദി ഉത്ഭവിക്കുന്നത് ആൻഡീസ് പർവ്വതനിരയിൽ നിന്നാണ്. ആമസോൺ നദി പെറുവിൽ അറിയപ്പെടുന്നത് മാരനോൺ എന്നാണ്. ആമസോൺ നദി പെറുവിൽ അറിയപ്പെടുന്നത് മാരനോൺ എന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ സന്ദർശനം നടത്തുന്ന മാച്ചു പിച്ചു പെറുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിയോയുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. മാച്ചു പിച്ചു ഏത് രാജ്യത്താണ്? പെറുവിലാണ്. കൂടാതെ പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളുടെ ഭാഗമായിട്ടുള്ള മായൻ സംസ്കാരം, ആസ്ടെക്, ഇൻക. പ്രധാന പ്രാചീന അമേരിക്കൻ സംസ്കാരങ്ങളാണ് മായൻ സംസ്കാരം, ആസ്ടെക്, ഇൻക. ഇതിൽ ഇൻക സംസ്കാരത്തിൻ്റെ കേന്ദ്രമാണ്, അതായത് പ്രാചീന ഇൻക സംസ്കാരത്തിന് കേന്ദ്രമായിരുന്നു തെക്കേ അമേരിക്ക. നമുക്ക് വിയോയുടെ ഒരു ചോദ്യമായിരുന്നു. ഇനിയുള്ള പാഠപുസ്തകങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാം. പ്രാചീന ഇൻക സംസ്കാരത്തിന് കേന്ദ്രമായ ഭൂഖണ്ഡമാണ് തെക്കേ അമേരിക്ക. അപ്പോൾ ഇൻക സംസ്കാരം അമേരിക്കൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടവയാണ്. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് കടക്കാം. തെക്കേ അമേരിക്കയിലെ ജനങ്ങളുടെ ഒരു പ്രധാന തൊഴിലാണ് കന്നുകാലി വളർത്തൽ. ബ്രസീലിലെ ഒരു കാപ്പിത്തോട്ടം നമുക്ക് ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാൻഡോസ് ആണ്. ലോകത്തിൻ്റെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാൻഡോസ് ആണ്. ആമസോൺ നദിയുടെയും വാണിജ്യ കന്നുകാലി വളർത്തലിൻ്റെ ഒരു ഡയഗ്രമാണ് അടുത്തതായി കൊടുത്തിട്ടുള്ളത്. പിന്നീട് ആമസോൺ നദിയിൽ കാണപ്പെടുന്ന പിരാന മത്സ്യത്തിൻ്റെ ഒരു ഡയഗ്രമാണ് കൊടുത്തിട്ടുള്ളത്. പിരാന മത്സ്യം മറ്റു മത്സ്യങ്ങളെയും നദിയിലിറങ്ങുന്ന ജീവികളെയും കൂട്ടത്തോടെ ആക്രമിക്കും. പിന്നീട് മരച്ചീനിയുടെ ജന്മദേശമാണ് തെക്കേ അമേരിക്ക. കേരളീയരുടെ ഇഷ്ടഭക്ഷണമായ മരച്ചീനിയുടെ ജന്മദേശം തെക്കേ അമേരിക്കയിലെ ബ്രസീലാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യമാണ് ബ്രസീൽ. റബ്ബറിൻ്റെയും മരച്ചീനിയുടെയും ജന്മദേശമാണ് ബ്രസീൽ. റബ്ബറിൻ്റെയും മരച്ചീനിയുടെയും ജന്മദേശമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യമാണ് ബ്രസീൽ. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ചിലി. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ചിലി. തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യമാണ് പരാഗ്വ. തെക്കേ അമേരിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന രാജ്യമാണ് പരാഗ്വ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരം ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസ് ആണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരം ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസ് ആണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബോളിവർ ആണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബോളിവർ ആണ്. സൈമൺ ബോളിവറുടെ ജന്മദേശം വെനസ്വേലയാണ്. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് ലോകത്തിനെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ ആ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ പോയിന്റിലേക്ക് പോകാം സൈമൺ ബോളിവറുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡവും തെക്കേ അമേരിക്കയാണ്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പോയിന്റിലേക്ക് കടക്കാം. പക്ഷി ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന വൻകര തെക്കേ അമേരിക്കയാണ്. തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ബ്രസീലാണ്. റബ്ബറിൻ്റെയും മരച്ചീനിയുടെയും ജന്മദേശം ബ്രസീലാണ്. ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ എന്നിവ കടന്നു പോകുന്ന ഏക രാജ്യം ബ്രസീലാണ്. കൂടാതെ ലോകത്തിൻ്റെ കാപ്പി തുറമുഖം എന്നറിയപ്പെടുന്നത് ബ്രസീലിലെ സാൻഡോസ് ആണ്. തെക്കേ അമേരിക്കയുടെ പശ്ചിമ തീരത്ത് റിബൺ പോലെ കാണപ്പെടുന്ന രാജ്യമാണ് ചിലി. തെക്കേ അമേരിക്കയുടെ ഹൃദയം പരാഗ്വയാണ്. കൂടാതെ പ്രാചീന ഇൻക സംസ്കാരത്തിന് കേന്ദ്രമായ ഭൂഖണ്ഡം തെക്കേ അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തലസ്ഥാന നഗരം ബൊളീവിയയുടെ തലസ്ഥാനമായ ലാപാസ് ആണ്. തെക്കേ അമേരിക്കയിലെ ജോർജ് വാഷിങ്ടൺ എന്നറിയപ്പെടുന്നത് സൈമൺ ബോളിവർ ആണ്. അദ്ദേഹത്തിൻ്റെ ജന്മദേശം വെനസ്വേലയാണ്.
ഇനി നമുക്ക് അടുത്ത ഭൂഖണ്ഡത്തിലേക്ക് പോകാം. അന്റാർട്ടിക്ക. വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്കുള്ളത്. വലിപ്പത്തിൽ 5ാം സ്ഥാനമാണ് അന്റാർട്ടിക്കയ്ക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും തണുപ്പ് കൂടിയ പ്രദേശമാണ് അന്റാർട്ടിക്ക. വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്നത് കൊണ്ട് വെളുത്ത ഭൂഖണ്ഡം എന്നും അറിയപ്പെടുന്നു. വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം, ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം, കൂടാതെ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡവും അന്റാർട്ടിക്കയാണ്. വെളുത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം, ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം, കൂടാതെ ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡവും അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ക്യാവിംഗ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ക്യാവിംഗ്. ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ അന്റാർട്ടിക്കയിലെ സ്ഥലമാണ് വോസ്തോക്ക് തടാകം. ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ അന്റാർട്ടിക്കയിലെ സ്ഥലമാണ് വോസ്തോക്ക് തടാകം. അടുത്ത പോയിന്റിലേക്ക് പോവാം. അന്റാർട്ടിക്കയിൽ സ്ഥിരമായ ജനവാസമില്ല. അളവറ്റ ധാതു നിക്ഷേപങ്ങളുള്ള ഈ വൻകരയിൽ ധാതു പര്യവേക്ഷണത്തിനായും കാലാവസ്ഥാ പഠനങ്ങൾക്കായും പല രാജ്യങ്ങളും ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രിയും മൈത്രിയും ഭാരതിയും. ഇവിടെ മൈത്രിയും ഭാരതിയുമാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ദക്ഷിണ ഗംഗോത്രിയെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ സ്ഥാപിച്ച പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. അന്റാർട്ടിക്കയിലെ സാൾസ്മാൻസ് ഹിൽസിലുള്ള ഇന്ത്യയുടെ 3ാമത്തെ പര്യവേക്ഷണ കേന്ദ്രമാണ് ഭാരതി. ആദ്യത്തേത് ദക്ഷിണ ഗംഗോത്രി, പിന്നീട് മൈത്രി, 3ാമത്തെയാണ് ഭാരതി. ഇന്ത്യയുടെ ആദ്യ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിണ ഗംഗോത്രിയിൽ 1983 ഇന്ത്യ ഒരു തപാൽ ഓഫീസ് തുറക്കുകയും അവിടെ നിന്ന് 2000ഓളം കത്തുകൾ അയക്കുകയും ചെയ്തിട്ടുണ്ട്. മൈത്രി സ്റ്റേഷന്റെ ആവശ്യത്തിനായിട്ടുള്ള ജലം ശേഖരിക്കുന്ന തടാകമാണ് പ്രിയദർശിനി തടാകം. മൈത്രി സ്റ്റേഷന്റെ ആവശ്യത്തിനായുള്ള ജലം ശേഖരിക്കുന്ന തടാകമാണ് പ്രിയദർശിനി തടാകം. അന്റാർട്ടിക്കയിലാണ്. അപ്പോൾ വെളുത്ത ഭൂഖണ്ഡം, രാജ്യങ്ങളില്ലാത്ത ഭൂഖണ്ഡം, മരുഭൂഖണ്ഡം, ശാസ്ത്രജ്ഞന്മാരുടെ ഭൂഖണ്ഡം, ഏറ്റവും വേഗത്തിൽ കാറ്റ് വീശുന്ന ഭൂഖണ്ഡമെല്ലാം അന്റാർട്ടിക്കയാണ്. അന്റാർട്ടിക്കയിൽ മഞ്ഞുമലകൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് ക്യാവിംഗ്. ഭൂമിയിലെ ഏറ്റവും കുറഞ്ഞ താപനിലയായ -89.2 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ അന്റാർട്ടിക്കയിലെ സ്ഥലമാണ് വോസ്തോക്ക്. ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ പര്യവേക്ഷണ കേന്ദ്രങ്ങളാണ് ദക്ഷിണ ഗംഗോത്രി, മൈത്രി, ഭാരതി. മൈത്രി സ്റ്റേഷന്റെ ആവശ്യത്തിനായുള്ള ജലം ശേഖരിക്കുന്ന തടാകമാണ് പ്രിയദർശിനി തടാകം. അന്റാർട്ടിക്കയിലെ സാൾസ്മാൻസ് ഹിൽസിലുള്ള ഇന്ത്യയുടെ 3ാമത്തെ പര്യവേക്ഷണ കേന്ദ്രമാണ് ഭാരതി. നമുക്കിനി അടുത്ത വൻകരയിലേക്ക് പോകാം. യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. അറ്റ്ലാന്റിക് സമുദ്രത്തിനും ഏഷ്യ വൻകരയ്ക്കും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന വൻകരയാണ് യൂറോപ്പ്. വലിപ്പത്തിൽ 6ാം സ്ഥാനമാണുള്ളത്. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്ന പർവ്വതനിരയാണ് യുറാൽ. യുറാൽ പർവ്വതനിരയാണ് യൂറോപ്പിനെ ഏഷ്യയിൽ നിന്ന് വേർതിരിക്കുന്നത്. ജനസംഖ്യയിൽ 3ാം സ്ഥാനമാണ് യൂറോപ്പിനുള്ളത്. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. യൂറോപ്പിൻ്റെ തെക്കുഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് അനുഭവപ്പെടുന്നതെങ്കിലും വടക്കു ഭാഗത്ത് അതികഠിനമായ തണുപ്പാണ് അനുഭവപ്പെടുന്നത്. വിയു എക്സാമിന് ചോദിച്ചായിരുന്നു, യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ എന്ന കാലാവസ്ഥയിലാണ് കേട്ടോ. ടൈഗ. യൂറോപ്യൻ വൻകരയിലെ ഏത് കാലാവസ്ഥയിലാണ് പൈൻ, ഫിർ തുടങ്ങിയ വൃക്ഷങ്ങൾ വളരുന്നത്? ടൈഗ കാലാവസ്ഥയിലാണ്. വ്യാവസായികമായി വളരെയേറെ പുരോഗതി പ്രാപിച്ചിരിക്കുന്ന വൻകരയാണ് യൂറോപ്പ്. മത്സ്യബന്ധനം ഒരു പ്രധാന തൊഴിലാണ്. യൂറോപ്പിലെ വിനോദമാണ് സ്കീയിങ്. കൂടാതെ ലണ്ടൻ നഗരത്തിൻ്റെ ഇമേജും കൊടുത്തിട്ടുണ്ട്. പാതിരാ സൂര്യൻ്റെ നാടെന്നറിയപ്പെടുന്നത് നോർവേ ആണ്. നോർവേ, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ വർഷത്തിൽ 6 മാസം പകലും 6 മാസം രാത്രിയുമാണ് അനുഭവപ്പെടുന്നത്. റോഡുകളില്ലാത്ത നഗരം
അഥവാ പാലങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് യൂറോപ്പിലെ വെനീസാണ്. റോഡുകളില്ലാത്ത നഗരം, പാലങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് വെനീസാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യമാണ് റഷ്യ. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യമാണ് റഷ്യ. റഷ്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വോൾഗ. ഏറ്റവും കൂടുതൽ തലസ്ഥാന നഗരങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. ഏറ്റവും കൂടുതൽ തലസ്ഥാന നഗരങ്ങളിലൂടെ ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. ഡാന്യൂബ് നദി പതിക്കുന്നത് കരിങ്കടലിലാണ്. ഡാന്യൂബ് നദി പതിക്കുന്നത് കരിങ്കടലിലാണ്. അപ്പോൾ യൂറോപ്പുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. മരുഭൂമികളില്ലാത്ത ഭൂഖണ്ഡമാണ് യൂറോപ്പ്. റോഡുകളില്ലാത്ത നഗരം, പാലങ്ങളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് വെനീസാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന യൂറോപ്യൻ രാജ്യമാണ് റഷ്യ. ഏറ്റവും നീളം കൂടിയ നദി വോൾഗയാണ്. യൂറോപ്പിലെ ഏറ്റവും നീളം കൂടിയ നദി വോൾഗയാണ്. ഏറ്റവും കൂടുതൽ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബാണ്. ഏറ്റവും കൂടുതൽ രാജ്യ തലസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദി ഡാന്യൂബാണ്. ഡാന്യൂബ് നദി പതിക്കുന്നത് കരിങ്കടലിലാണ്. ഇനി നമുക്ക് അടുത്ത വൻകരയെക്കുറിച്ച് നോക്കാം. ഓസ്ട്രേലിയ. ഏറ്റവും ചെറിയ വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്ന വൻകരയാണ് ഓസ്ട്രേലിയ. ഓഷ്യാനിയ എന്ന പേരിലും അറിയപ്പെടുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകരാ ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ ഓസ്ട്രേലിയയെ വൻകരാ ദ്വീപ് എന്ന് വിശേഷിപ്പിക്കുന്നു. മുട്ടയിടുന്ന സസ്തനിയായ പ്ലാറ്റിപ്പസ്, സഞ്ചിമൃഗം എന്നറിയപ്പെടുന്ന കങ്കാരു, നായവർഗത്തിൽപ്പെടുന്ന ഡിങ്കോകൾ തുടങ്ങിയവ ഈ വൻകരയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. മുട്ടയിടുന്ന സസ്തനികൾക്ക് ഉദാഹരണമാണ് പ്ലാറ്റിപ്പസും എക്കിഡ്നയും. അപ്പോൾ പ്ലാറ്റിപ്പസ് കാണപ്പെടുന്ന വൻകര ഓസ്ട്രേലിയ, സഞ്ചിമൃഗമായ കങ്കാരു കാണപ്പെടുന്നത് ഓസ്ട്രേലിയയാണ്. കങ്കാരുവിൻ്റെ നാട് അഥവാ സുവർണ കമ്പിളികളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. കങ്കാരുവിൻ്റെ നാട്, സുവർണ കമ്പിളികളുടെ നാടെന്നറിയപ്പെടുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ഗോതമ്പ് ധാരാളമായി ഓസ്ട്രേലിയയിൽ കൃഷി ചെയ്യുന്നു. സിഡ്നി നഗരം, അതുപോലെ ഓസ്ട്രേലിയയിലെ സ്വർണ്ണഖനിയാണ് കാൾഗൂർലി സ്വർണ്ണഖനി. പിന്നെ സിഡ്നി നഗരത്തിൻ്റെയും ഇമേജ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്വർണം, ഇരുമ്പയിര്, യുറേനിയം തുടങ്ങിയ ധാതുക്കൾ ഈ വൻകരയിൽ വൻതോതിൽ ഖനനം ചെയ്യപ്പെടുന്നു. ചെമ്മരിയാട് വളർത്തലിന് പ്രസിദ്ധമാണ് ഓസ്ട്രേലിയ. കൂടാതെ പൂർണ്ണമായും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കരഭാഗങ്ങളാണ് ദ്വീപുകൾ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രീൻലാൻഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഗ്രീൻലാൻഡ് ഒരു ഓട്ടോണോമസ് ടെറിട്ടറിയാണ്. UK-ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഓട്ടോണോമസ് ടെറിട്ടറിയാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ്. പിന്നീട് കങ്കാരുവിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ കാണുന്ന കങ്കാരു എന്ന മൃഗത്തിന് പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള ഒരു കഴിവുണ്ട്. പിൻകാലുകളും വാലും ഉപയോഗിച്ച് അതിവേഗം ചാടിപ്പോകാനുള്ള കഴിവ് കങ്കാരുവിനുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയെക്കുറിച്ചുള്ള 1-2 പോയിന്റ് കൂടെ നോക്കാം. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളെ വിളിക്കുന്ന പേര് അബോർജിനുകൾ എന്നാണ്. ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളെ വിളിക്കുന്ന പേര് അബോർജിനുകൾ എന്നാണ്. ഓസ്ട്രേലിയയിലെ ആദിവാസികളുടെ പ്രധാന ആയുധമാണ് ബൂമറാങ്. ഓസ്ട്രേലിയയിലെ ആദിവാസികളുടെ പ്രധാന ആയുധമാണ് ബൂമറാങ്. ജനുവരി 26-ന് ദേശീയ ദിനം ആഘോഷിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. ജനുവരി 26-ന് ദേശീയ ദിനം ആഘോഷിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ. 2 ദേശീയ ഗാനങ്ങളുള്ള രാജ്യമാണ് ന്യൂസിലാൻഡ്. കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യവും ന്യൂസിലാൻഡാണ്. 2 ദേശീയ ഗാനങ്ങളുടെ രാജ്യമാണ് ന്യൂസിലാൻഡ്. കൂടാതെ കാർബൺ ടാക്സ് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യവും ന്യൂസിലാൻഡാണ്. ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള വൻകരയാണ് ഓസ്ട്രേലിയ. ഏറ്റവും കുറവ് രാജ്യങ്ങളുള്ള വൻകരയാണ് ഓസ്ട്രേലിയ. ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ കോറൽ കടലിലാണ്. ഗ്രേറ്റ് ബാരിയർ റീഫ് സ്ഥിതി ചെയ്യുന്നത് ഓസ്ട്രേലിയയിലെ കോറൽ കടലിലാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂഗിനിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന രാജ്യം പാപ്പുവ ന്യൂഗിനിയാണ്. യൂക്കാലി മരത്തിൻ്റെ ജന്മദേശമാണ് ഓസ്ട്രേലിയ. യൂക്കാലി മരത്തിൻ്റെ ജന്മദേശമാണ് ഓസ്ട്രേലിയ. യൂക്കാലി മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് കഴിയുന്ന ജീവിയാണ് കോല. യൂക്കാലി മരത്തിൻ്റെ ജന്മദേശം ഓസ്ട്രേലിയയാണ്. യൂക്കാലി മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ച് കഴിയുന്ന ജീവിയാണ് കോല.
അപ്പോൾ പ്രധാനമായ പോയിന്റുകളെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 7 വൻകരകളും പറഞ്ഞു. ഇനി 5 മഹാസമുദ്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. 5 മഹാസമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, മനസ്സിലായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് വീഡിയോ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.